ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസവും കഷ്ടാനുഭവത്തെ സൂചിപ്പിക്കുന്ന 10 ദിവസവും ചേർന്ന 50 നോമ്പിൻ്റെ അനുഭവത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 38ാമത്തെ ദിവസമായ ഇന്ന് അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. വേദഭാഗ പശ്ചാത്തലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ അവസരത്തിൽ എന്താണ് നോമ്പ്, എന്തിനു വേണ്ടി ഞാൻ അത് ചെയ്യണം, അതിലൂടെ എനിക്ക് എന്ത് ലഭിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മിൽ ഉടലെടുക്കുന്ന സമയമാണ് ഇത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിശോധനയിലൂടെയും ശുദ്ധീകരണത്തിലൂടെയും ദൈവ ആത്മാവിനെ നമ്മിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ഉദ്ദേശം. നോമ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്ത ചില ഭക്ഷ്യവസ്തുക്കളെ നമ്മുടെ ആഹാര ക്രമീകരണങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. എന്നാൽ അതിലുപരിയായി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് ആദ്യം നാം നോമ്പിലാക്കേണ്ടത്. കാണാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണിനെയും, കേൾക്കാൻ പാടില്ലാത്തവയിൽ നിന്ന് നമ്മുടെ കാതിനെയും, പറയാൻ പാടില്ലാത്ത വാക്കുകളിൽ നിന്ന് നമ്മുടെ നാവിനെയും, ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് നമ്മുടെ കൈകാലുകളെയും മാറ്റി നിർത്തുന്ന അനുഭവമാണ് നമ്മുടെ ശരീരത്തിൻ്റെ നോമ്പ്. മനസ്സിൻ്റെ നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ദുശ്ചിന്തകളെ, മറ്റുള്ളവരോട് നമുക്കുള്ള ദേഷ്യം, ഈർഷ്യ, പക, അസൂയ ഇവയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന അവസ്ഥയാണ് മനസ്സിൻ്റെ നോമ്പ്. ലെൻഡ് എന്ന വാക്കിൽ തന്നെയുണ്ട് എന്താണ് നോമ്പ്. ലെറ്റസ് എലിമിനേറ്റ് ഓർ ഇജക്റ്റ് ദ നെഗറ്റീവ് തോട്ട്സ്. ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി നമ്മിൽ വന്നുപോയ പിഴവുകൾ, നമ്മുടെ പ്രവൃത്തികളിൽ, ചിന്തകളിൽ പറ്റിപ്പോയ പാളിച്ചകൾ, അവയെ നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ അവിടെ ഒരു ശൂന്യത രൂപപ്പെടുന്നു. ഈ 50 ദിവസത്തിന് ശേഷം ആ ശൂന്യതയിലേക്ക് വീണ്ടും ഈ എടുത്തു മാറ്റപ്പെട്ടവ തിരികെ കയറിയിരുന്നാൽ ഒരിക്കലും നമ്മുടെ നോമ്പ് അർത്ഥവത്തായി എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ആ ശൂന്യതയിലേക്ക് ദൈവാത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ നോമ്പ് അർത്ഥവത്തും ശ്രേഷ്ഠവുമായി തീരുന്നു. വേദഭാഗത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട ശേഷം യേശു നസ്രേത്തിലെ പള്ളിയിലേക്ക് വരികയും പതിവ് പോലെ വായ്പാൻ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പശ്ചാത്തലം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് യേശു വായിക്കുന്ന ഭാഗത്ത് എന്താണ് ഈ ലോകത്തിൽ തൻ്റെ ദൗത്യം എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പുരുഷാരത്തോട് യേശു ഇപ്രകാരം പറയുന്നു: എൻ്റെ ഈ വചനം നിങ്ങൾ കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. നോമ്പിൻ്റെ ഈ നാളുകളിൽ തിരുവചന കേൾവിയുടെയും അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെയും പറ്റി ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു ദൈവപുത്രനായി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക, ആവശ്യത്തിലിരിക്കുന്നവരുടെ ഇടയിൽ പ്രവർത്തിക്കുക, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക, മറ്റുള്ളവരോട് ദൈവവചനം പ്രസംഗിക്കുക എന്നിങ്ങനെയുള്ള പല കർത്തവ്യങ്ങൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. നമ്മെയും ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ ഏൽപ്പിച്ച് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ദൈവവചനവുമായി ഇറങ്ങിച്ചെല്ലുവാൻ നമ്മെ പ്രാപ്തരാക്കേണ്ടതിന് ദൈവം ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ആത്മാർത്ഥമായി തിരുവചനത്തെ വായിപ്പാനും ധ്യാനിപ്പാനും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചയെ മറ്റുള്ളവരിലേക്ക് പകരുവാനും നമുക്ക് കഴിയണം. അതിന് നാം ഒരുക്കവും താല്പര്യവും ഉള്ളവരായിരിക്കണം. തിരുവചനവുമായി ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും അനുഗ്രഹങ്ങളും അത് നമ്മുടേത് മാത്രമാണ് എന്ന ചിന്ത ഉപേക്ഷിച്ച് മറ്റുള്ളവരെ കൂടി അതിൻ്റെ ഭാഗമാക്കി അവരെ ക്രിസ്തുവിൻ്റെ അനുയായികളാക്കി തീർക്കുമ്പോഴാണ് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ അർത്ഥവത്തായി തീരുന്നത്. അപ്രകാരം നോമ്പിൻ്റെ ഈ നാളുകളിൽ തിരുവചനത്തിൽ അധിഷ്ഠിതമായി ദൈവത്തോടും മറ്റുള്ളവരോടും ഉള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താനും തിരുവചനത്തെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പകർന്നു കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങളെ കൃത്യമായി വിനിയോഗിക്കുവാനും മറ്റുള്ളവരുടെ ഇടയിൽ ദൈവം നമ്മിലൂടെ എന്തുദ്ദേശിക്കുന്നുവോ ആ ദൗത്യത്തെ ഭംഗിയായി നിർവഹിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചന ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു.